ദത്തേട്ടൻ ജോലി ചെയ്യാണോ? എന്ത് ജോലി ചെയ്യാൻ പാടില്ലേ? ഓ, ഇന്നെന്റെ പോലീസുകാരൻ ഭയങ്കര ചൂടിലാണല്ലോ. എന്തു പറ്റി? പക്ഷേ എനിക്കിഷ്ടം ഈ ചൂടാവല. ചൂടാവുമ്പോ എന്റെ ദത്തേട്ടെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യം. എന്താണ് ഇന്ന് പതിവില്ലാതെ പാലൊക്കെ? എന്താ ഉദ്ദേശം? ഉദ്ദേശോ? എന്തുദ്ദേശം? ഞാൻ ദത്തേട്ടനൊന്ന് സ്നേഹിക്കാൻ പോവാ. ഈ നോട്ടീസ് ഒക്കെ അടിച്ച് സ്നേഹിക്കാതെ എന്തുവാ? അസംബ്ലി പാർലമെന്റ് മറ്റാണോ? ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. നന്ദോടോ കുട്ടാ, നന്ദോടോ കുട്ടാന്ന്. അയ്യേ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ ദത്തേട്ട, മനസ്സിൽ അടക്കി വെക്കാനുള്ളതല്ല. അത് അനന്തമാണ്, അജ്ഞാതമാണ്, അതേസമയം അരികത്തുള്ളതും അവാച്യവുമാണ്. ഈശ്വര, നീ എന്താടി പുതിയ വട്ടും കൊണ്ടിറങ്ങിയിരിക്കാന്നോ? സ്നേഹം ഒരു ഭ്രാന്താണെന്ന് പണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് സ്നേഹം നിന്റേത് അഭിനയാണെന്ന് എനിക്കറിയാം. അല്ല, ഇനി എന്നെ കൊല്ലാനോ മറ്റോ ആണോ നിന്റെ ഉദ്ദേശം? ആരുത്, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ എന്റെ ദത്തേട്ടനെ കൊല്ലാനോ? ദത്തേട്ടനില്ലാതെ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിലും ദത്തേട്ടനെന്ന് പറഞ്ഞാ എനിക്കെന്റെ പ്രാണന. ഓ, സമ്മതിച്ചു. അതെ, നേരെ ഒരുപാടായി, എനിക്കൊന്ന് കിടക്കണം. ആ, കിടന്നോ, നമുക്ക് ഒരുമിച്ച് കിടക്കാം. പക്ഷേ അതിനു മുൻപ് ഈ പാല് കുടിക്കണം. എന്താടി, ഇതിനകത്ത് വല്ല കൂടോത്രം കലക്കിട്ടുണ്ടോ? അയ്യോ, ദൈവദോഷം പറയുന്ന കേട്ടില്ലേ? ദത്തേട്ടൻ എന്നെ അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത്? പറഞ്ഞില്ലേ, എനിക്ക് ചില കയ്യബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നുവെച്ച് അതിന്റെ അർത്ഥം എനിക്ക് സ്നേഹം ഇല്ലെന്നാണോ? അർത്ഥം അനർത്ഥമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഉള്ള കാര്യം പറയാലോ ആമി, വന്നുവന്ന് എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ദത്തേട്ടാ, ചൂടുവെള്ളത്തെ ചാടി പൂച്ചേ ഞാൻ. ഇനിയിപ്പോ നീ കൊണ്ടുവന്നിരിക്കുന്ന പച്ചവെള്ളമാണെങ്കിലും ശരി, എനിക്ക് പേടിയാ. ഇത് പച്ചവെള്ളൊന്നും അല്ല, പാലാ. ആയിക്കോട്ടെ, എന്ത് കുന്തമായാലും ശരി, എനിക്കിപ്പോ വേണ്ട. നീ ഒറ്റയ്ക്ക് കുടിച്ചാൽ മതി. ശരി, സമ്മതിച്ചു. ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചോളാം. എന്റെ വിശ്വാസ്യത തെളിയിക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമായി പോയില്ലേ? ഇപ്പൊ വിശ്വാസമായല്ലോ ഞാൻ ഇതിലൊന്നും കലക്കിയിട്ടില്ലെന്ന്. അല്ല അമ്മീ, ശരിക്കും എന്താ നിന്റെ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ദത്തേട്ടെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവും. എടീ, നിന്റെ ഈ പെരുമാറ്റം കണ്ട എങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കൂടി? ഇനി ഞാൻ നന്നായിട്ട് പെരുമാറിക്കോളാം. എന്തോ എനിക്കത്ര വിശ്വാസം പോരാ. എനിക്ക് വിശ്വാസമുണ്ട്. എന്ത്? ഈ 12 കൊല്ലം കുഴലിട്ടാലും നായയുടെ പാല് നേരെയാവൂ? ദത്തേട്ടാ, എന്റെ അമ്മി, നീ ഇങ്ങനെ പ്രകടനം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നീ നന്നായെന്ന് എനിക്ക് കൂടിയൊന്ന് തോന്നണം. അങ്ങനെ തോന്നുമ്പോ പാലും പഴമൊക്കെ ആയിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നോളാം. അതുവരെ നീ എന്നെ ശല്യം ചെയ്യരുത്, പ്ലീസ്. ദത്തേട്ടാ, ഒന്ന് പോടി. ചീറ്റിപ്പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും?